UDF-മായി മാത്രമല്ല ഇത്തരം നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് ഭീഷണിയാകുന്ന കക്ഷികൾക്ക് ദോഷം ചെയ്യുന്ന പാർട്ടികളുമായി ഡീലുള്ളത്. മറുഭാഗത്ത് CPM-ൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവിടെ SDPI പല മണ്ഡലങ്ങളിൽ CPM-മായി ധാരണയുണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. പല തദ്ദേശ സ്ഥാപനങ്ങൾ CPM അടുത്ത കാലത്ത് ഭരിച്ചത് SDPI-യുമായി ചേർന്നുകൊണ്ടാണ്. അതിനാൽ ഹിന്ദു ഐക്യവേദിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പരാമർശം ഈ ഘട്ടത്തിൽ വരികയാണ്. ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷൻ RV ബാബു ജനം TV-യോട് സംസാരിക്കുന്ന വേളയിൽ പറയുന്നത് ഒരു മതനിരപേക്ഷ ഐക്യം ഈ തെരഞ്ഞെടുപ്പിൽ രൂപപ്പെടുമെന്നുള്ളതാണ്. കാരണം പ്രധാനപ്പെട്ട രണ്ട് മുന്നണികൾ നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് ഭീഷണിയാകുന്ന മത തീവ്രവാദികളുമായി സഖ്യം ചേരുമ്പോൾ മതനിരപേക്ഷ നിലപാടുള്ളവരുടെ ഐക്യം രൂപപ്പെടുന്നതാകും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്നാണ് ഹിന്ദു ഐക്യവേദി പറയുന്നത്. RV ബാബുവിൻ്റെ പ്രതികരണം നോക്കാം. പ്രത്യേകിച്ച് ഇസ്ലാമിക മത തീവ്രവാദ സംഘടനകളുടെ പിന്തുണയോട് കൂടിയിട്ടാണ് മുന്നണികൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അത് മറയില്ലാതെ പറയാൻ അവർ തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ SDPയുമായി സഖ്യം എന്ന് പറയുന്നതിൽ ഒരു തരത്തിലും നിഷേധിക്കുന്നില്ല. ജമാഅത്തെ ഇസ്ലാമുമായിട്ട് സഖ്യത്തെ സംബന്ധിച്ച് അവർ പരസ്യമായിട്ട് അംഗീകരിക്കുന്നു. അത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ സംഘടിതമായ മുസ്ലിം വോട്ടിനെ കൺസോൾഡേറ്റ് ചെയ്ത് തങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മറുഭാഗത്ത് ഹൈന്ദവ സമൂഹമുണ്ട്, ക്രൈസ്തവ സമൂഹമുണ്ട്. അവരുടെ വിശ്വാസങ്ങളെയോ അവരെയോ കൺസിഡർ ചെയ്യുന്നേയില്ല ഈ രണ്ട് രാഷ്ട്രീയ മുന്നണികളും. ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ SDPIയുടെ പിന്തുണ നേടുക എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് SDPI എന്നുള്ള പ്രസ്ഥാനം ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ രൂപമാണ്. കോഴിക്കോട് നിന്ന് രമ്യയ്ക്കൊപ്പം ഇപ്പോൾ കൊച്ചിയിൽ നിന്നും നിഷ ദിലീപ് കൂടി ചേരുകയാണ്. നിഷ, ഹിന്ദു ഐക്യവേദി ചൂണ്ടിക്കാണിക്കുന്ന വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം മുൻപ് ഈ ജമാഅത്തെ ഇസ്ലാമി പോലെ അല്ലെങ്കിൽ PDP പോലെ SDPIയുടെ മുൻകാല രൂപമായിട്ടുള്ള NDF പോലെയുള്ള മത തീവ്രവാദ സംഘടനകളുമായി ധാരണകൾ ഈ രണ്ട് മുന്നണികൾക്കും ഉണ്ടായിരുന്നു. അത് ഇടത് മുന്നണിക്കും കോൺഗ്രസിനുമൊക്കെ വർഷങ്ങളായി തന്നെ ഈ ധാരണയുള്ളതാണ്. പക്ഷേ അത് രഹസ്യ സ്വഭാവത്തിലാണ് അവർ നടപ്പാക്കിയതെങ്കിൽ ഇതാ 2026 എത്തുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുമായും SDPIയുമായിട്ടൊക്കെ പരസ്യമായ സഖ്യം ഈ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ട് എന്ന് പരസ്യമായിട്ട് ഈ നേതാക്കൾ പറയുകയാണ്. VD സതീശൻ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിക്ക് ഇപ്പോൾ മതരാഷ്ട്രവാദം ഇല്ല എന്നാണ്. ജമാഅത്തെ ഇസ്ലാമി തന്നെ ഒരു ഭാഗത്ത് പറയുന്നു ഞങ്ങളുടെ ലക്ഷ്യം ഹുക്കുമത്തെ ഇലാഹി അല്ലെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രമാണെന്ന് പറയുമ്പോൾ മറുഭാഗത്ത് VD സതീശൻ അവരെ ന്യായീകരിക്കുകയാണ്. PDPയുമായി സഖ്യമുണ്ടാക്കുകയാണ്, പലയിടത്തും SDPIയുമായിട്ട് സഖ്യമുണ്ടാക്കുകയാണ്. അപ്പോൾ ഹിന്ദു ഐക്യവേദി പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ മതനിരപേക്ഷ ബോധമുള്ള ജനങ്ങളുടെ ഒരു ഐക്യനിര, ഹിന്ദു സമൂഹത്തിൻ്റെ ഒരു ഐക്യനിര ഉണ്ടാകുന്ന തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമെന്നാണോ RV ബാബു നമ്മളോട് പ്രതികരിക്കുമ്പോൾ ചൂണ്ടിക്കാട്ടിയത്? ഗൗതം, ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ട ഒരു വാക്കാണ് ഈ ഡീൽ എന്ന് പറയുന്നത്. പരസ്പരം മുന്നണികൾ ഡീൽ ആരോപിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവരുടെ ഈ ഡീൽ മറച്ചു വയ്ക്കാനായി ഇവർ RSS ഡീൽ എന്ന ഒരു വാക്ക് കൂടി ഉപയോഗിക്കുന്നു. അതായത് മതഭീകരവാദ സംഘടനകളുമായി ഇരു മുന്നണികൾക്കുമുള്ള കൂട്ടുകച്ചവടം. അത് മറച്ചു കാണിക്കാൻ വേണ്ടിയാണ് RSSനെ കൂട്ടുപിടിച്ച് RSSൻ്റെ ഈ പേര് പറഞ്ഞ് ഈ RSS ഡീലെന്ന് പ്രതിപക്ഷ നേതാവും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയും പരസ്പരം ആരോപിക്കുന്നതെന്നാണ് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു പറയുന്നത്. കാരണം ഇത്തരത്തിൽ ഒരു മത പ്രീണനത്തെ ചെറുക്കുന്ന ഒരു ഐക്യനിര കേരളത്തിൽ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ രൂപപ്പെട്ട് വരണമെന്നാണ് ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെടുന്നത്. എന്തായാലും നമുക്കറിയാം ഈ ഇരു കൂട്ടരും പരസ്പരം ഈ ഡീൽ ആരോപിക്കുന്നുണ്ട്. അതായത് ഇരു മുന്നണികൾക്കും ഈ മതഭീകരവാദ ശക്തികളുമായി ഡീലുണ്ട് എന്ന് പറയുന്നത് പരസ്യമായ ഒരു കാര്യമാണ്. ഇത് ഇവർ പരസ്യമായി തന്നെ പറയുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, SDPI സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്നു. ആർക്ക് വേണ്ടി? അവർ കൃത്യമായി പറയുന്നുണ്ട്, CPM-ന് വോട്ടുകൾ നൽകാൻ വേണ്ടി SDPIയുടെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്നു. ഇതൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുന്നത്. പക്ഷേ ഈ ഡീലുകൾ ഇരു മുന്നണികൾക്കുമുണ്ട്. ഇത് മറച്ചു വയ്ക്കാനായി അവർ RSSൻ്റെ പേര് കൂടി ഇതിലേക്ക് വലിച്ചിഴയ്ക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലുള്ള മതപ്രീണനത്തെ ചെറുത്ത് തോൽപ്പിക്കാനായി ഒരു ഐക്യനിര രൂപപ്പെട്ട് വരണം എന്ന് തന്നെയാണ് ഹിന്ദു ഐക്യവേദി പറഞ്ഞു വെക്കുന്നത്. ഇടതു വലത് മുന്നണികൾ പരസ്പരം നടത്തിയ ഈ RSS ഡീൽ എന്ന് പറയുന്നത് ഒരു ആരോപണ പ്രത്യാരോപണങ്ങളാണ്. മുന്നണികളുടെ യഥാർത്ഥത്തിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടുകളാണ് ഇത്തരത്തിൽ പുറത്തു വരുന്നതെന്നും ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു പറയുന്നുണ്ട്. എന്തായാലും ഈ മതഭീകരവാദ സംഘടനകളുമായി ഇപ്പോൾ UDF-നാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ UDF-ൻ്റെ മന്ത്രിസഭകളിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് മുസ്ലിം ലീഗിന് ഏറ്റവും കൂടുതൽ സ്ഥാനങ്ങൾ, മന്ത്രി സ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്ഥാനമാനങ്ങൾ നൽകുന്നു എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിലും സംശയം ഒട്ടുമില്ലാതെ നമുക്ക് പറയാം. ഈ UDF മുസ്ലിം ലീഗുമായി കൂട്ടുപിടിക്കുമ്പോൾ പോലും ഇതിൻ്റെ മറവിൽ ഉള്ളത്
PFI പോലുള്ള മത നിരോധിത ഭീകരവാദ സംഘടനകളെ കൂട്ടുപിടിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഈ SDPI CPM കൂട്ടുകെട്ട്, ഒപ്പം തന്നെ ഈ UDF-മായി PFIക്കും ഒപ്പം തന്നെ ഈ ജമാഅത്തെ ഇസ്ലാമിക്കും ഒക്കെയുള്ള ബന്ധങ്ങളൊക്കെ തന്നെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഡീൽ അവർ നടത്തുന്നുണ്ട്, അത് പരസ്യമായ ഒരു കാര്യം തന്നെയാണ്. അത്തരത്തിൽ പരസ്യമായ ഡീലുകൾ നടത്തുമ്പോൾ അതിനിടയിലേക്ക് RSSന്റെ പേര് കൂടി വലിച്ചിഴയ്ക്കുന്നത് തടയണമെന്നാണ് RV ബാബു. വലിച്ചിഴയ്ക്കാൻ പാടില്ല എന്ന് തന്നെയാണ് RV ബാബു ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ ഡീലുകൾ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ചും ഇത്തരം ഇരു മുന്നണികൾക്കും ഈ മത ഭീകരവാദ സംഘടനകളുമായി അവിശുദ്ധ കൂട്ടുകെട്ട് ഉണ്ട് എന്നത് നമ്മൾ എല്ലാ വോട്ടർമാരും, കേരളത്തിലെ എല്ലാ വോട്ടർമാരും നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇതിനിടയിലേക്ക് RSS എന്ന ഒരു പേര് കൂടി വലിച്ചിഴയ്ക്കാൻ പാടില്ല. ഇതിന് ഈ മതപ്രീണനത്തെ ചെറുത്തു തോൽപ്പിക്കുന്ന ഒരു ഐക്യനിര രൂപപ്പെട്ട് വരണമെന്നാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ശക്തികൾക്കെതിരെ, അതായത് ഈ ജമാഅത്തെ ഇസ്ലാമിയെയും PDPയെയും SDPIയെയും ഒക്കെ മാന്യതയുടെ മേലങ്കി അവർക്ക് നൽകിക്കൊണ്ട് കേരള രാഷ്ട്രീയത്തിലേക്ക് അവരെ വലിച്ചു കൊണ്ടുവന്നൊരു പരസ്യധാരണയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന കൂട്ടരാണിവർ എന്ന് ധരിപ്പിക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF-നും അതോടൊപ്പം തന്നെ CPM നേതൃത്വം നൽകുന്ന LDF-നുമെതിരെ ഹൈന്ദവ സമൂഹത്തിൻ്റെ ഒരു വലിയ ഉണർവ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന കൃത്യമായ സന്ദേശം നൽകുകയാണ് ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷൻ RV ബാബു.